മൊഡ്യൂൾ 4 ആണ് നോക്കാൻ പോകുന്നത്, ഫണ്ടമെൻ്റൽസ് ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇമേജ് എന്താണെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ അതൊരു 2 ഡയമെൻഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതായത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് f(x, y) എന്നായിരിക്കും. അതിൽ എക്സും വൈ എന്ന് പറയുന്നത് സ്പേഷ്യൽ ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് പറഞ്ഞില്ലേ. ഇനി അടുത്തൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇമേജ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ അറേ സ്പെസിഫിക്കലി അറേഞ്ച് ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് റോയിലും കോളത്തിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു 2 ഡയമെൻഷൻ ആയിട്ടുള്ള അറേ ആണ് എന്തെന്ന് പറയുന്നത് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഡെഫിനേഷൻ ഉണ്ട്, അതും ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇനി ഈ കാണുന്ന എക്സ്, വൈ, എഫ് അതൊക്കെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും, അതുപോലെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയണതെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമുക്കൊരു പോയിൻ്റ് എടുത്തു. ആ പോയിൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ പോയിൻറ്റിലുള്ള ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഗ്രേ ലെവൽ എന്ന് പറയും. അതായത് ഒരു പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഗ്രേ ലെവൽ, ആ പോയിൻറ്റിലുള്ള ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഗ്രേ ലെവൽ കണ്ടുപിടിക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഡെഫിനേഷൻ, ഇമേജ് എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ വരുന്നത്. ഇനി ഡിജിറ്റൽ ഇമേജിൻ്റെ ഡെഫിനേഷൻ എന്താ നോക്കാം. ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഈച്ച് ഓഫ് വിച്ച് എലമെൻറ്റ്സ് ഹാവ് എ പെർട്ടിക്കുലർ വാല്യൂ അറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. അതായത് ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ്, അതായത് അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണും. ആ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഓരോ പെർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ വാല്യൂസ് ആയിരിക്കും ആ എലമെൻറ്റ്സിന്. മെയിൻലി നമുക്ക് 3 ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് പിക്ചർ എലമെൻറ്റ്സ്, ഒന്ന് ഇമേജ് എലമെൻറ്റ്സ്, പിക്സൽസ്. അതിൽ പിക്സലാണ് ഒരു ഡിജിറ്റൽ ഇമേജിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ഡിജിറ്റൽ ഇമേജിൻ്റെ എലമെൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് പിക്സൽ. ഓക്കെ, ഇനി ഡിജിറ്റൽ ഇമേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പിക്സൽ ഡെപ്ത്ത്, മെട്രിക് സൈസ്, അതുപോലെ റെസൊല്യൂഷൻ. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ഡിജിറ്റൽ ഇമേജിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. മറ്റേന്ന് പറയുന്നത് ഏതൊക്കെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഏത് പിക്ചർ എലമെൻറ്റ്സ്, ഇമേജ് എലമെൻറ്റ്സ്, അതുപോലെ പിക്സൽ എന്ന് പറയുന്നത്. മറ്റ് 3 എന്ന് പറയുന്നത് അത് വെച്ച് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ: പിക്സൽ ഡെപ്ത്ത്, മെട്രിക് സൈസ്, അതുപോലെ റെസൊല്യൂഷൻ. ഓക്കെ, ഇനി ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താ നോക്കാം. അതായത് നമുക്കൊരു ഇമേജ് കിട്ടി കഴിഞ്ഞാൽ അതിനെ കമ്പ്യൂട്ടറിൻ്റെ, അതുപോലെ കമ്പ്യൂട്ടർ അൽഗോരിതത്തിൻ്റെ സഹായത്തോട് കൂടി അതിനെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ മെയിനായിട്ട് 3 സ്റ്റെപ്സാണുള്ളത്. ആദ്യം എന്താണെന്ന് വെച്ചാൽ അക്വിസിഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യണു. പിന്നെ അതിനെ അനലൈസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണു. മൂന്നാമത്തെ വെച്ചാൽ ഒരു ഓൾട്ടേർഡ് ആയിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ റിപ്പോർട്ട് നമുക്ക് എന്ത് കിട്ടണു, ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. ആദ്യം ഇമ്പോർട്ട് ചെയ്യണു, പിന്നെ ആ ഇമേജിനെ എന്ത് ചെയ്യണു, അനലൈസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണു. ആ അനലൈസ് ചെയ്തതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് ഒരു ഓൾട്ടേർഡ് ആയിട്ടുള്ള ഇമേജോ അല്ലെങ്കിൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ് 3 മാർക്കിന്. എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ്? അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു 5-6 പോയിന്റ് ജസ്റ്റ് പഠിച്ചാൽ മതി. അതായത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റേസ്, അതുപോലെ MRI, അതുപോലെ CT സ്കാൻസ്, അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അതുപോലെ ക്യാൻസർ ഡിറ്റക്ഷൻസ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. പിന്നെ റിമോട്ട് സെൻസിങ്ങിൻ്റെ കേസിൽ നമ്മൾ സാറ്റലൈറ്റ് ഇമേജ് അനാലിസിസ് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ പ്രോസസ്സിംഗ് ആൻഡ് സർവൈലൻസിൻ്റെ അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ, നമ്മുടെ ഫേസ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് സെൻസറൊക്കെ ചെയ്യുന്ന ആ പരിപാടിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇൻഡസ്ട്രിയൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഓട്ടോമേറ്റഡ് സോർട്ടിങ്. അതായത് ഒരു ഇമേജ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് അതിനെ ഓട്ടോമേറ്റഡായിട്ട് സോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ടൈപ്സ് ഓഫ് ഇമേജ് ആണ്. എത്ര ടൈപ്പ് ഓഫ് ഇമേജ് ഉണ്ട് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ബൈനറി ഇമേജസ് ആണ്. ബൈനറി ഇമേജസ് നമുക്കറിയാം അത് 0ഉം 1ഉം അല്ലാണ്ട് വേറെ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിക്സൽ എലമെൻറ്റ്സ് ആയിട്ട് 0 ഉണ്ടാവും, 1 ഉണ്ടാവും. അതിൽ 0 ഉദ്ദേശിക്കുന്നത് ബ്ലാക്കും 1 ഉദ്ദേശിക്കുന്നത് വൈറ്റും ആയിരിക്കും. പിന്നെ ആ ഇമേജിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും, മോണോക്രോം എന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് 8-bit കളർ ഫോർമാറ്റ് ആണ്. 8-bit കളർ ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇമേജ് ഫോർമാറ്റ് ആണ്. അതിന് വേറെ വിളിക്കുന്ന പേര് ഗ്രേ സ്കെയിൽ ഇമേജ് ഫോർമാറ്റ് എന്ന് വിളിക്കും. അതിൽ നമുക്ക് 256 ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 0 മുതൽ 255 വരെ ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ 0 എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, 255 എന്ന് പറയുന്നത് വൈറ്റ് ആണ്, 127 എന്ന് പറയുന്നത് ഗ്രേ ആണ്.
ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് 16 ബിറ്റ് കളർ ഫോർമാറ്റാണ്. 16 ബിറ്റ് കളർ ഫോർമാറ്റ് എന്ന് അതിന് വേറെ പേര് എന്ന് പറയുന്നത് കളർ ഇമേജ് ഫോർമാറ്റ് എന്ന് വിളിക്കും, അതുപോലെ തന്നെ ഹൈ കളർ ഫോർമാറ്റ് എന്ന് വിളിക്കും. അങ്ങനെ 2 ഫോർമാറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും കളേഴ്സ് ഉണ്ടായിരിക്കും, 65536 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഗ്രേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ 8 ബിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ 0 ഉണ്ടാവും, ബ്ലാക്കും വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കളർ എന്ന് പറയുന്നത് ഗ്രേ സ്കെയിലായിട്ട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതിൽ നമുക്ക് 3 ഫോർമാറ്റ് ഉണ്ടായിരിക്കും, RGB, അതിൽ 5 എണ്ണം R, 6 എണ്ണം G, 5 എണ്ണം B. ഓക്കെ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് 24 ബിറ്റ് കളർ ഫോർമാറ്റാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൂ കളർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 24 ബിറ്റ് ഉള്ളതുകൊണ്ട് 8 ബിറ്റ് റെഡിന്, 8 ബിറ്റ് ഗ്രീനിന്, 8 ബിറ്റ് ബ്ലൂവിന്, അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരിക. ഓക്കെ.